ഗസ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം ഇസ്രായേലും ഹമാസും സമ്മതിച്ചുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹമാസും ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇന്ന് യുദ്ധ ക്യാബിനറ്റിൽ കരാർ ചർച്ച ചെയ്യുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. MCA നാസറും BK സുഹൈലും ചേരുന്നു. ആദ്യം സുഹൈലിലേക്ക്. സുഹൈൽ, ഏതൊക്കെ വ്യവസ്ഥകളിലാണ് ഹമാസും ഇസ്രായേലും ഒത്തുതീർപ്പിലെത്തിയിട്ടുള്ളത്? അജീസ്, ഇപ്പോൾ ഈ കരാറിന്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ബന്ദിമോചനവും അതേപോലെ തന്നെ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിലുള്ള എൻഡും, ഇതാണ് ഇപ്പോൾ ഗസയിൽ വെടിനിർത്തലിന്റെ ഭാഗമായി ആദ്യം കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കണം, അതിന്റെ മുന്നോടിയായി ബന്ദികളെ മോചിപ്പിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഏതായിരുന്നാലും രണ്ട് വിഭാഗവും ഇപ്പോൾ കൈമാറുന്ന ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ഷർം എൽ ഷെയ്ഖിൽ നടന്ന ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഈ ഒരു കരാറിനെ അംഗീകരിക്കുന്നു എന്ന് ഇരു വിഭാഗവും ഇക്കാര്യത്തിൽ ഒരു പ്രസ്താവന തന്നെ നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്ന ഹമാസിന്റെയും ഇസ്രായേലിന്റെയും പ്രതികരണം വ്യക്തമാക്കുന്നത് ഇത് ശുഭകരമായ ഒരു അന്ത്യത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഹമാസ് അവരുടെ ഒരു പ്രസ്താവന അവരുടെ ടെലഗ്രാം ചാനലിൽ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അത് പറയുന്നത്, ഞങ്ങൾ ഈ കരാറിന് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 4 നിബന്ധനകൾ പറയുന്നുണ്ട്. ഈ യുദ്ധം അവസാനിപ്പിക്കണം, അതേപോലെ തന്നെ IDFന്റെ സമ്പൂർണ്ണമായ പിന്മാറ്റം ഇസ്രായേലിൽ ഉണ്ടാവണം, അതേപോലെ അവിടേക്കുള്ള ഗസയിലേക്കുള്ള സഹായ വിതരണം കൃത്യമായി തന്നെ നടക്കണം, ഒരു നിയന്ത്രണവും ഉണ്ടാവാൻ പാടില്ല, അതേപോലെ തന്നെ പലസ്തീനി തടവുകാരെ വിട്ടയക്കണം. ഇപ്പോൾ ഗസയിൽ ഇസ്രായേലിൽ നിന്ന് ഇസ്രായേൽ വിട്ടയക്കേണ്ട പ്രിസണേഴ്സിന്റെ തടവുകാരുടെ, പലസ്തീൻ തടവുകാരുടെ ഒരു പട്ടിക ഹമാസ് കൈമാറിയിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ ആളുകളെ വിട്ടയക്കണം എന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ട്രംപിന് ഹമാസ് പ്രശംസകൾ നൽകുന്നു എന്നുള്ളതാണ്. കുറെ കാലമായി നമ്മൾ അത് കാണാത്തൊരു കാര്യമാണ്. അമേരിക്ക ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു എൻറ്റിറ്റി ആയിട്ടാണ് ഹമാസ് കണ്ടിരുന്നതെങ്കിൽ ഈ പ്രയത്നങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഡൊണാൾഡ് ട്രംപിന് ഹമാസിന്റെ പ്രശംസ വരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രങ്ങളും, ഖത്തറും ഈജിപ്തും തുർക്കിയും അടക്കമുള്ള ആളുകൾ ഈ കരാറിന്റെ മറ്റൊരു വശം യാഥാർത്ഥ്യമാകാൻ വേണ്ടി അതിനുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പ് പാലിക്കണം, അന്താരാഷ്ട്ര സമൂഹം അത് പാലിക്കണം എന്ന് കൂടി പറയുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന നമ്മൾ കണ്ടു. ഫോക്സ് ന്യൂസിൽ അദ്ദേഹം നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞു, അടുത്ത തിങ്കളാഴ്ചക്കകം ബന്ദികൾ മോചിപ്പിക്കപ്പെടുമെന്ന്. നമ്മൾ മനസ്സിലാക്കുന്നത്, ഇന്ന് ഇസ്രായേലിന്റെ യുദ്ധ ക്യാബിനറ്റ് ചേരുകയാണ്. ആ യുദ്ധ ക്യാബിനറ്റിൽ അംഗീകാരം നേടണം ഈ ഒരു കരാറിന്. സ്വാഭാവികമായും ഒരു നടപടിക്രമമാണ്. അവിടെ വോട്ട് ചെയ്യണം, ആ വോട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യണം. അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ കോടതിയിൽ കൂടി പോകാനുള്ള ഒരു സമയം കൂടി കണ്ടതിന് ശേഷം മാത്രമേ ഈ കരാർ യാഥാർത്ഥ്യമാകൂ. ആ കരാർ യാഥാർത്ഥ്യമായി ഒരു 72 മണിക്കൂറിനുള്ളിൽ ബന്ദികളെ വിട്ടു നൽകണം എന്നാണ് ഈ വ്യവസ്ഥയിൽ ട്രംപിന്റെ വ്യവസ്ഥ പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ അടുത്ത തിങ്കളാഴ്ചയോടുകൂടി ബന്ദിമോചനം സാധ്യമാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ബന്ദികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നു എന്ന് IDFന്റെ മേധാവി ഇയാൽ സഗീർ പറയുന്നു. അതോടൊപ്പം തന്നെ അടക്കമുള്ള സംഘടനകളുമായി ചേർന്നുകൊണ്ടുള്ള നീക്കങ്ങളും ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട്. വലിയൊരു വാഹനം അതിനുവേണ്ടി സെറ്റ് ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഇസ്രായേലിനുള്ളിൽ ബന്ദികളെ മോചിപ്പിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും സജീവമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് വിളിച്ച് അഭിനന്ദനം അറിയിച്ചു എന്ന് മാത്രമല്ല, വൈകാരികമായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണം നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നെതന്യാഹു ട്രംപിനെ നേരിട്ട് അവിടെ ക്ഷണിക്കുന്നു, ഇസ്രായേലിലേക്ക് ക്ഷണിക്കുന്നു. ആ ഇസ്രായേൽ ഇപ്പോൾ പല റിപ്പോർട്ടുകൾ വരുന്നത് ഇസ്രായേൽ നെസത്തിൽ ട്രംപ് സംസാരിക്കുമെന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഈ ബന്ദികളെ വിട്ടു നൽകുന്ന ദിവസങ്ങളിൽ തന്നെ ട്രംപ് എത്താനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ്. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ കഴിഞ്ഞ 2 വർഷമായി നമ്മൾ കണ്ടിരുന്ന വലിയൊരു യുദ്ധം, ആ യുദ്ധത്തിന് താൽക്കാലികമായെങ്കിലും ഒരു വിരാമമാകാൻ പോകുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നു. നാളെ സമാധാന നൊബേൽ പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ്. അതിന് മുമ്പ് തന്നെ വലിയൊരു നീക്കം ഇക്കാര്യത്തിൽ നടക്കണമെന്ന് ട്രംപിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ അത് നടന്നിരിക്കുകയാണ്. പക്ഷേ ഇതിന്റെ ഭാവി എങ്ങനെയാണ് എന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. നാളത്തെ നൊബേൽ സമ്മാനം പ്രഖ്യാപനം എങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ ബന്ദി മോചനത്തിന് ശേഷം ഉണ്ടാകുന്ന ഇസ്രായേൽ ഇക്കാര്യങ്ങൾ നടപ്പിലാക്കും. പ്രത്യേകിച്ചും യുദ്ധം അവസാനിപ്പിക്കും, IDFന്റെ പിന്മാറ്റം ഉണ്ടാകും, അതേപോലെ തന്നെ ബന്ദികളുടെ മോചനം ഉണ്ടാകും എന്നടക്കമുള്ള കാര്യങ്ങൾ, യുദ്ധാനന്തര ഗസയെക്കുറിച്ചുള്ള ചർച്ചയിൽ ഹമാസിന്റെ പങ്കാളിത്തം, ഇതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ട്രംപ് ഉറപ്പ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ട്രംപിന് ഹമാസ് പ്രശംസകൾ ചൊരിയുന്നത്. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ അത് ട്രംപ് പാലിക്കാൻ ബാധ്യസ്ഥരാകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ചും
ഖത്തറും തുർക്കിയും ഈജിപ്തും അടക്കമുള്ള അമേരിക്കയോട് കൂടി തന്നെ നിൽക്കുന്ന രാഷ്ട്രങ്ങൾ കൂടി അവരുടെ ഉറപ്പ് വാങ്ങിയെടുത്ത് ഹമാസ് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ താൽക്കാലികമായെങ്കിലും ഒരു സമാധാനത്തിലേക്ക് ഗസ പോകുന്നതിന്റെ എല്ലാ സൂചനകളും നമുക്ക് വ്യക്തമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞത് യുദ്ധലക്ഷ്യങ്ങളൊന്നും നേടാതെ അവിടെ നിന്ന് പിന്മാറില്ല എന്നുള്ളതാണ്. ആ യുദ്ധലക്ഷ്യങ്ങൾ കഴിഞ്ഞ ദിവസം എണ്ണിപ്പറഞ്ഞത് ഒന്ന് ബന്ദികളെ തിരിച്ചെത്തുക എന്നുള്ളതാണ്, മറ്റൊന്ന് ഹമാസിനെ അവിടെ ഭരണത്തിൽ നിന്നില്ല എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ്, മൂന്നാമത്തേത് ഗസയിൽ നിന്ന് ഇനി ഒരു ത്രട്ടും ഇസ്രായേൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഹമാസിനെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് മാത്രമേ നെതന്യാഹു പറഞ്ഞിട്ടുള്ളൂ. സമ്പൂർണ്ണമായ ഉന്മൂലനം സാധ്യമാവില്ല എന്ന തിരിച്ചറിവിലേക്ക് നെതന്യാഹു എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ആ 3 ലക്ഷ്യങ്ങൾ നേടാൻ ഒരുപക്ഷെ അത് ഗുണകരമായിരിക്കും. കാരണം ഈ ഒരു കരാറിന്റെ ഭാഗമായി അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ തീർച്ചയായും യുദ്ധലക്ഷ്യങ്ങൾ നേടി എന്ന് നെതന്യാഹുവിനും ആശ്വസിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഒരുങ്ങുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.